നമസ്കാരം. വയനാട് മുണ്ടക്കയിൽ കേരളം ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു ഉരുൾപൊട്ടലാണ് നമ്മൾ കണ്ടത്. അവസാനം പോലീസിനും രക്ഷാപ്രവർത്തന ടീമുകൾക്കൊന്നും തന്നെ മുണ്ടക്കയിലും ചുരുൾമലയിലും കുടുങ്ങിക്കിടന്ന ഗ്രാമീണരെ രക്ഷിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായി. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പല സ്ഥലങ്ങളിൽ നിന്നായി സൈനികവും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ഉൾപ്പെടെയുള്ള വൻ സംഘങ്ങൾ വയനാട് മുണ്ടക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉൾപ്പെടെ ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ടീമും എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ മദ്രാസ് റെജിമെന്റിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ടീം എത്തിയാണ് ബെയിലി പാലം മുണ്ടക്കയിൽ നിർമ്മിച്ച് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത്, ഈ ബെയിലി പാലം നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ഇന്ത്യൻ ആർമിയുടെ ഒരു മേജർ വനിതയാണ്. നമുക്ക് ആ മേജർ വനിതയെ പറ്റി കൂടുതലായി വിശേഷങ്ങൾ അറിയാം. ദുരന്തമുഖത്ത് ഒരുക്കിയ ബെയിലി പാലം പൂർത്തിയായപ്പോൾ അത് പണിത സൈനിക ഉദ്യോഗസ്ഥയായ സീത ഷെൽക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ താരമായി നിൽക്കുന്നത്. ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാനില്ല എന്ന പതിവ് പല്ലവി തിരുത്തി കുറിക്കുകയാണ് മേജർ സീത ഷെൽക്ക. അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് പൂർത്തിയായതെന്ന് മേജർ സീത ഷെൽക്ക പറഞ്ഞു. പാലം നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ പ്രദേശത്ത് എത്തിക്കുക വലിയ വെല്ലുവിളിയായിരുന്നു. ഗതാഗതക്കുരുക്ക് വലിയ പ്രശ്നമായി. ഗ്രാമീണരെ രക്ഷിക്കാനും മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. പാലം നിർമ്മാണം മാത്രമായിരുന്നു ഏകയുള്ള പോംവഴി. ദൗത്യം ഇത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഭരണകൂടത്തിന്റെയും പ്രദേശവാസികളുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. പ്രതിസന്ധിയുടെ സമയത്ത് ഗ്രാമീണരുടെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനമുണ്ട്. രാവും പകലും കഠിനാധ്വാനം ചെയ്ത് വലിയ സംഘത്തിലെ ഒരാൾ മാത്രമാണ് ഞാൻ. സൈന്യത്തിൽ ആൺ പെൺ എന്നൊരു വേർതിരിവില്ല. ഞാനൊരു പട്ടാളക്കാരിയാണ്. എൻ്റെ കടമയാണ് ഞാൻ ചെയ്തതെന്ന് സീത ഷെൽക്ക കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഈ ബെയിലി പാലം കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചിരിക്കുന്നത്. ശബരിമലയിലും ബെയിലി പാലം നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ തിരക്ക് കൂടുമ്പോൾ ഭക്തരെ തിരികെ പമ്പയിലെത്തിക്കാൻ സന്നിധാനത്ത് നിന്നും ചന്ദ്രയാൻ റോഡിലേക്ക് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഒരു ബെയിലി പാലം നിർമ്മിച്ചു നൽകിയത് ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. അതേ മദ്രാസ് റെജിമെന്ററി ഗ്രൂപ്പ് തന്നെയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ മുണ്ടക്കയിലും ബെയിലി പാലം തയ്യാറാക്കിയത്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ള വാഹനങ്ങൾ മുണ്ടക്കയിലേക്ക് എത്താൻ സാധിക്കുമെന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. രാത്രി വൈകിയും നിർമ്മാണം മുന്നോട്ട് പോയതിനു ശേഷമാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ബെയിലി പാലം ഇന്ത്യൻ ആർമി തയ്യാറാക്കിയത്. പുതിയ പാലം സംസ്ഥാന സർക്കാർ അവിടെ നിർമ്മിക്കുന്നത് വരെ ബെയിലി പാലം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആർമി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ഈ ചടുലമായ നീക്കം നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു വലിയൊരു പാലം നിർമ്മിച്ചതിൽ ഇന്ത്യൻ ആർമിക്ക് തന്നെ ജനങ്ങൾ സല്യൂട്ട് നൽകുകയാണ്.